ഹേ ഗായ്സ്, നത്തിങ്ങിന്റെ പ്രോ സീരീസിലെ ആദ്യത്തെ ഫോണാണ് നമ്മുടെ നത്തിങ് 3A പ്രോ. സോ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു, കാരണം നത്തിങ് ഒരു പ്രോ സീരീസ് ഇറക്കുകയാണ്. സോ അതിന് അതിൻ്റെതായിട്ടൊരു ക്വാളിറ്റിയും ഉണ്ടായിരിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ എൻ്റെ ചോദ്യം, ശരിക്കും അതൊരു പ്രോ എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ ആ ഫോണിന്? സോ നമുക്കിന്ന് സംസാരിക്കാം നത്തിങ് 3A പ്രോയിനെ പറ്റിയിട്ട്. അപ്പോൾ വീഡിയോയിലോട്ട് നമ്മൾ കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഞാൻ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ കമന്റ് വഴി എന്നെ അറിയിക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കുറച്ചും കൂടെ ഇംപ്രൂവ് റേറ്റ് വന്നിട്ട് 29,999 രൂപയാണ്. അതിന്റെ അടുത്ത വേരിയന്റ് വന്നിട്ട് 31,999 രൂപയാണ്. 2 കളർ വേരിയന്റ് ആണ് വരുന്നത്, ഗ്രേയും ബ്ലാക്കും. പിന്നെ നത്തിങ് ഫോണിന്റെ പ്രത്യേകത അറിയാലോ, അതിന്റെ ഗ്ലിഫ് ലൈറ്റ് അത് ഇതിനും ഉണ്ട്. അപ്പോൾ ഇതിന്റെ ബോക്സിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ എല്ലാ ഫോണിലും ഉള്ളതുപോലെ തന്നെ ഒരു ഗൈഡ് ഉണ്ട്, പിന്നെ ഒരു സിം ഇജക്ടർ ടൂൾ ഉണ്ട്, പിന്നെ C2C ചാർജിങ് കേബിളും. പക്ഷെ അഡാപ്റ്റർ തന്നിട്ടില്ല. നീ നിങ്ങളെ കയ്യിലൊരു PD ചാർജർ ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ അഡാപ്റ്റർ യൂസ് ചെയ്യാം. ഇതിന്റെ ഡിസൈനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ബാക്ക് വന്നിട്ട് ഗ്ലാസ് ആണ്. ഡിസൈനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണല്ലോ ഇതിന്റെ സർക്കുലർ ക്യാമറ ഐലൻഡ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അതിപ്പോ നമ്മൾ നത്തിങ്ങിന്റെ സീരീസിന്റെ തുടക്കകാലത്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ അയ്യേ ഇതെന്ത് ഡിസൈൻ എന്ന് ചോദിച്ച പലരും ഇന്ന് ഹായ് ഇതെന്ത് ഡിസൈൻ എന്ന് ചോദിച്ച അവസ്ഥയാണ്. സോ ഇതും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഫോണിന്റെ തിക്നെസ് വന്നിട്ട് 8.3 mm ആണ്. അതുപോലെ തന്നെ വെയിറ്റ് വന്നിട്ട് 211 ഗ്രാം ആണ്. സത്യം പറഞ്ഞാൽ ഇച്ചിരി ഹെവിയും ആണ്, ഫോൺ അല്പം ബൾക്കിയും ആണ്. ഇനി ഇതിന്റെ ഡിസ്പ്ലേനെ പറ്റി പറയുമ്പോൾ ഇതിൽ LTPO AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാറ്ററി ഒക്കെ അത് സേവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പാണ്ട ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റോട് കൂടിയാണ് ഫോൺ നിങ്ങളുടെ കയ്യിൽ എത്തുന്നത്. ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 3000 നിറ്റ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സൺലൈറ്റിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും 1300 നിറ്റ്സിലേക്ക് കിട്ടും. സോ ഭയങ്കര കിടിലൻ ഡിസ്പ്ലേ ആണ്. വെയിലത്ത് പോയാൽ നമുക്ക് ഇങ്ങനെ പളപള എന്ന് കാണാം എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും കുഴപ്പമില്ലാതെ തന്നെ നിങ്ങൾക്ക് വിസിബിലിറ്റി കിട്ടുന്നതാണ്. IP64 റേറ്റഡ് ആണ്. ബ്ലൂടൂത്ത് വേർഷൻ 5.4 ആണ്. വൈഫൈ 6 അവൈലബിൾ ആണ്. ഫുൾ HD ഡിസ്പ്ലേ ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 7S Gen 3യുടെ ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണ് എങ്കിൽ നത്തിങ്ങിന്റെ 3Aയിലും ഇതേ ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് Android 15 വിത്ത് നത്തിങ്ങിന്റെ OS 3.1 ആണ് ഇപ്പോൾ ഓടുന്നത്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് അവർ ഓരോ കസ്റ്റമേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നത്. അനാവശ്യമായിട്ട് ബോട്ട്വെയർസ് ഒന്നും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കത്തില്ല. ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ചും ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. എസെൻഷ്യൽ സ്പേസ് ബട്ടണും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, റിമൈൻഡർ വെക്കാം. അത് മാത്രമല്ല, ഈ എടുത്ത സ്ക്രീൻഷോട്ട് എല്ലാം നമ്മുടെ എസെൻഷ്യൽ സ്പേസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സ്പേസിൽ പോയി കിടക്കും. സോ നമുക്കിത് ആവശ്യമുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുകയും ചെയ്യാം. നമ്മൾ ഒരു പരസ്യം കണ്ട ഒരു സാധനം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് ഈ പറഞ്ഞ ആപ്പുകളിലൊക്കെ ഇട്ട് നമുക്ക് ആ സാധനം കണ്ടെത്താൻ കുറച്ചും കൂടെ ഈസി ആക്കും. സ്റ്റോറേജ് LPDDR4Xന്റെ റാം ആണ് നമ്മുടെ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 8GB 12GB വേരിയൻസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്റേണൽ സ്റ്റോറേജ് വന്നിട്ട് UFS 2.2 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഡിസപ്പോയിൻമെന്റ് ആയിട്ട് തോന്നി, കാരണം UFS 2.2 ആവുമ്പോൾ തന്നെ നമ്മുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. നല്ലൊരു ചിപ്സെറ്റ് ഉണ്ടായിരുന്നിട്ടും UFS 2.2 കൊടുക്കുമ്പോൾ അത് നമ്മളെ പെർഫോമൻസിനെ തന്നെ ബാധിക്കുന്നത് വളരെയധികം കഷ്ടമേറിയ ഒരു കഷ്ടമാണ്. കാരണം ഇപ്പം നമ്മളൊരു ലോങ് വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കുകയോ ചെയ്യുമ്പോൾ ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോസ് ചിലപ്പോൾ നമ്മൾ ഇൻഷോട്ട്, കൈൻ മാസ്റ്റർ, അങ്ങനത്തെ VN അങ്ങനത്തെ പല എഡിറ്ററിലും ഇട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാറുണ്ട്. എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ചെറിയ ലാഗും യൂസർ അരോചകത്വം നമുക്ക് ഫീൽ ചെയ്യും. ആ FX 2.2 ആയതുകൊണ്ടാണ് കിട്ടുന്നത്. സോ എന്തുകൊണ്ട് നത്തിങ് 2.2 കൊടുത്തു എന്നറിയത്തില്ല. ഒന്നാമത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 3.1 എങ്കിലും കൊടുക്കാമെന്ന്. നോർമലി ഇപ്പൊ ഉള്ള മിക്ക ഫോണുകളിലും റേഞ്ചിലുള്ള മിക്ക ഫോണുകളിലും 3.1 ഒക്കെ വരുന്നുണ്ട്.
അപ്പോൾ UFS 2.2 എന്ന് പറയുന്നത് ഒരു വലിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നി. നമ്മളൊരു വീഡിയോ എഡിറ്റർ ആണ്, അല്ല എങ്കിൽ നമ്മളൊരു ഒരു ഹെവി യൂസർ ഒക്കെ ആണ് എങ്കിൽ എങ്ങനെ പോയാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യും. ഇനി ഇതിന്റെ ബാറ്ററി 5000 mAh ബാറ്ററിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന് അവർ അഡാപ്റ്റർ കൊടുക്കുന്നില്ല. സോ നമ്മൾ തന്നെ അഡാപ്റ്റർ വാങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു PD ചാർജറിന്റെ ഒക്കെ അഡാപ്റ്റർ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ബാറ്ററി ബാക്കപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ വെൽ ഒപ്റ്റിമൈസ്ഡ് എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ഒരു ബാറ്ററി ഡ്രെയിനേജ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. ക്യാമറയെ പറ്റി പറയുമ്പോൾ നമ്മൾ നത്തിങ്ങിനെ കുറച്ച് പ്രശംസിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് നത്തിങ്ങിനെ പറ്റി പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് പെരിസ്കോപ്പ് ലെൻസ് പ്രൊവൈഡ് ചെയ്ത നത്തിങ്ങിനെ എൻ്റെ എല്ലാവിധ ആശംസകൾ, ആക്ച്വലി നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പെരിസ്കോപ്പ് ലെൻസ് എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും. അത് നത്തിങ് നിറവേറ്റി തന്നു. ഇനി ബാക്കിയുള്ള ഫോണുകളും നിറവേറ്റി തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ട്രിപ്പിൾ സെറ്റപ്പ് ക്യാമറയാണ് നമുക്ക് നത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ആ ഫോൺ നോക്കുമ്പോൾ തന്നെ അറിയാം, സാധാരണ ഒരു നോർമൽ ഫോണിൽ കാണുന്ന സെറ്റപ്പ് അല്ല നത്തിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ നത്തിങ്ങിന്റെ ഡിസൈൻ ആയാലും പുതിയ അനുഭൂതി തന്നെയായിരുന്നു നത്തിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. സോ ഈ ഒരു 3A പ്രോയിലും ആ ഒരു പുതിയ അനുഭൂതി നമുക്ക് നത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബമ്പൊക്കെ കൊടുത്തിട്ടാണ് ക്യാമറ തരുന്നത്. 8 MB അൾട്രാ വൈഡും 50 MB ഷേക്ക് ഫ്രീ OIS ക്യാമറയും പിന്നെ നമ്മുടെ പെരിസ്കോപ്പ്, അതാണല്ലോ നമ്മുടെ നായകൻ. 50 MB OISോട് കൂടിയുള്ള പെരിസ്കോപ്പ് ലെൻസ് ആണ് നമുക്ക് നത്തിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫോട്ടോ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില ഫോട്ടോകളിൽ നാച്ചുറൽ കളേഴ്സിന്ന് അല്പം ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ എങ്കിലും കുഴപ്പമില്ല, നല്ല ഫോട്ടോസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ റെഡി ടു സെർവ് ഫോട്ടോസ് ആണ് നമുക്ക് നത്തിങ് തരുന്നത്. ഒരു കളർ ബൂസ്റ്റും കോൺട്രാസ്റ്റും ഒക്കെ കൂട്ടി ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ സെറ്റാക്കി ഒരു നല്ല ക്വാളിറ്റി ഫോട്ടോസ്. പോർട്രേറ്റിനെ പറ്റി എടുത്തു പറയാലോ, നല്ല കിടിലം പോർട്രേറ്റ് ഫോട്ടോസ് ആണ് നമുക്ക് നത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. 4K 60 FPS നമുക്ക് ബാക്ക് ക്യാം വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അൾട്രാ വൈഡ് ഇടുമ്പോഴത്തേക്കും നമുക്ക് 1080p മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെൽഫി ക്യാം വന്നിട്ട് 50 MB ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലും നമുക്ക് നല്ലൊരു പിക്ചർ ക്വാളിറ്റി തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് സെൽഫി ക്യാം വെച്ച് 4K വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ഗെയിമിങ്ങിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് BGMI 60 FPS ഇപ്പൊ കളിക്കാൻ പറ്റുന്നുള്ളൂ. മേ ബി ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ നമുക്ക് കുറച്ചും കൂടെ മുന്നേറാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹൈലൈറ്റ്സിനെ പറ്റി പറഞ്ഞാലോ, ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിസൈൻ ആണ്, അതിന്റെ ആ ഗ്ലിഫ് ലൈറ്റ് ആണ്. അതിപ്പോ നത്തിങ്ങിന്റെ ഏതൊരു ഫോൺ എടുത്ത് പറഞ്ഞാലും, ഇതുവരെ ഇറങ്ങിയതാണ് കേട്ടോ, ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏതൊരു ഫോണിനെ പറ്റി പറഞ്ഞാലും ഗ്ലിഫ് ലൈറ്റ് ഒരു ഹൈലൈറ്റ് തന്നെയാണ്. രണ്ടാമത്തത് എസെൻഷ്യൽ കീ. ഇതിന്റെ എസെൻഷ്യൽ കീ കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. അതുപോലെ തന്നെ ആ സ്ക്രീൻഷോട്ട് ഒരു എസെൻഷ്യൽ സ്പേസിലേക്ക് കിടക്കും. സോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ പോയിട്ട് ആ സാധനം എടുത്ത് സെർച്ച് ചെയ്യാനും അതിൽ നോട്ട് വെക്കാനും അതിൽ റിമൈൻഡേഴ്സ് കീപ്പ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിന്റെ ക്യാമറ സെറ്റപ്പ്, അതും OISോട് കൂടി, അതും പെരിസ്കോപ്പ് ലെൻസിൽ പോലും OISന്റെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതാണ്. സോ ഇതിലെ വീഡിയോഗ്രാഫി ഒക്കെ ആയിരിക്കും സൂപ്പർ. 4, ഈ ഒരു റേഞ്ചിൽ പെരിസ്കോപ്പ് ലെൻസ് തരാൻ കാണിച്ച നത്തിങ്ങിന്റെ മനസ്സ് അതാരും കാണാതെ പോകരുത്. 5, ഇതിന്റെ ബാറ്ററി 5000 mAh ബാറ്ററിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം വിചാരിക്കും, ഇന്നത്തെ കാലത്ത് 5000 mAh എന്ന് പറയുന്നത് ഒരു അല്പം കുറവല്ലേ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഫോണുകളിൽ നിന്ന്. പക്ഷേ ഇത് വെൽ ഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ബാറ്ററി ഡ്രെയിനേജ് ഫീൽ ചെയ്യത്തില്ല. ഇതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, എൻ്റെ മോനെ, നത്തിങ്ങിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര സോഫ്റ്റ്വെയർ ആണ്. കാരണം നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയറും ആണ്, എന്നാൽ നമ്മളെ യൂസേഴ്സിനെ ഇറിറ്റേറ്റ് ചെയ്യാത്തൊരു സോഫ്റ്റ്വെയറും കൂടിയാണ്. അതുപോലെ തന്നെ പ്രോപ്പർ അപ്ഡേറ്റ്സ് ആണ് നത്തിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡ്രോബാക്സ് ആയാലും ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറയാണ്. സോ എൻ്റെ ഡ്രോബാക്കും അതിന്റെ ക്യാമറ തന്നെയാണ്. കാരണം ഈ ഒരു ക്യാമറ ബമ്പ് ഇങ്ങനെ ചാടി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ പോക്കറ്റിലൊക്കെ ഇടുമ്പോഴത്തേക്കും അത്രയും ഒരു കംഫർട്ട് കിട്ടുന്നില്ല. അതുമാത്രമല്ല,
ഒരു വൺ ഹാൻഡ് യൂസ് ഇത് ഭയങ്കര പാടാണ്. കാരണം ക്യാമറ ബമ്പുള്ള സൈഡ് ഹെവിനെസ് ഫീൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും സൂക്ഷിച്ചില്ല എങ്കിൽ അതിങ്ങനെ കമന്ന് താഴെ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ക്യാമറ ബമ്പിനെ പറ്റി പറയുമ്പോൾ തന്നെ രണ്ടാമത്തെ ഡിമെറിറ്റ് എന്താണെന്ന് അറിയാലോ, ഇതിന്റെ വെയിറ്റ്. സാധാരണ എല്ലാ ഫോണും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും വെയിറ്റ്. പക്ഷെ ഈ ക്യാമറ ബമ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫോണിന്റെ വെയിറ്റ് ആ ഒരു സ്ഥലത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഈ നമുക്കൊരു ഹെവിനെസ് ആ ഒരു സ്ഥലത്ത് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കംഫർട്ട് നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമുക്ക് ഈ ഫോൺ ഇങ്ങനെ ബാക്ക് പിടിക്കുമ്പോൾ വളരെയധികം ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും ഈ ക്യാമറ ബമ്പ് ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ മൂന്നാമത്തത്, അതിപ്പോ എല്ലാവർക്കും ഒരു ഡിമെറിറ്റ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നില്ല, ഇതിന്റെ അഡാപ്റ്റർ തരാത്തത്. ആസ് എ നോർമൽ പേഴ്സൺ എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട്. കാരണം എക്സ്ട്രാ പൈസ കൊടുത്തൊക്കെ അഡാപ്റ്റർ മേടിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട്. കാരണം എല്ലാവരുടെയും PD ചാർജറിന്റെ അഡാപ്റ്ററും അങ്ങനത്തെ നമ്മുടെ അഡാപ്റ്ററും ഒന്നും കാണത്തില്ല. നമുക്ക് തോന്നിയ അഡാപ്റ്റർ വെച്ച് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഫോണിന് കംപ്ലൈന്റ് ആവുമോ എന്നുള്ള ഒരു ഡൗട്ടും പേടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരും അഡാപ്റ്റർ മേടിക്കാറാണ് പതിവ്. സോ എനിക്ക് അത് അവര് ഫോണിൽ അഡാപ്റ്റർ പ്രൊവൈഡ് ചെയ്യാത്തത് വളരെയധികം സങ്കടം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. 3A Pro ഞാൻ എടുക്കുമോ എന്ന് എൻ്റെ അടുത്തൊരു വ്യക്തി ചോദിക്കുകയാണ് എങ്കിൽ ഞാൻ എന്തായാലും ഒരു 2, 3, 4, 5 വട്ടം ആലോചിക്കും. കാരണം ഇതിന്റെ തന്നെ നത്തിങ്ങിന്റെ തന്നെ 3A നമുക്ക് ഇതിനെ പോലത്തെ എല്ലാ ഫെസിലിറ്റീസും കിട്ടും. ആകെ ക്യാമറയുടെ കാര്യത്തിൽ മാത്രമേ അത് വിട്ടുവീഴ്ച വന്നിട്ടുള്ളൂ. കാരണം പ്രോയിൽ കുറച്ചും കൂടെ ക്വാളിറ്റി ക്യാമറയാണ് അവർ തന്നിരിക്കുന്നത്, പെരിസ്കോപ്പ് ലെൻസ്. സോ ഇപ്പൊ നിങ്ങൾ 3 എടുക്കണോ 3A Pro എടുക്കണോ എന്ന് കൺഫ്യൂഷനിലാണ് എങ്കിൽ 3Aയുടെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാം. എന്നിട്ട് വൈസ്ലി തിങ്ക് ചെയ്ത് ഫോൺ എടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.